Hi guys, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ സൗണ്ടിൽ കുറച്ച് ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ബെയർ വിത്ത് മീ ബിക്കോസ് എൻ്റെ മൈക്ക് പൊട്ടിപ്പോയി. സോ മൈക്ക് റീപ്ലേസ് ചെയ്യുന്നേരം വി വിൽ ഹാവ് ടു മേക്ക് ഡു വിത്ത് ദി ഐഫോൺ ക്വാളിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മൾ ഈ ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഐ ലുക്കാണ് ഇതിലെ മെയിൻ കോൺസെൻട്രേഷൻ ഓർ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് സിമ്പിളായിട്ട് ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ലുക്കാണ് ഇത്. ആൻഡ് ഇറ്റ് വാസ് എ റിക്വസ്റ്റഡ് ഐ ലുക്ക് ടു. പറയാൻ മറന്നുപോയി, ഈ ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് ഏതൊരു ഔട്ട്ഫിറ്റിലൂടെയും പുൾ ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. ദാറ്റ് ഇസ് വെസ്റ്റേൺ വെയർ, ഇന്ത്യൻ വെയർ, സാരി ഓർ എനി പാർട്ടി ഇവൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. ഇതൊരു ലിപ്സ്റ്റിക് വീഡിയോയിലും ഞാൻ ടോപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇറ്റ് റിയലി വെന്റ് വിത്ത് ദാറ്റ് ലുക്ക്. സെയിം വേ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഫിൽം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് മൈക്ക് വർക്ക് ചെയ്യാതെ പോയത്. സോ ദിസ് വാസ് ദി ലുക്ക്. അന്ന് ഞാൻ സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ സാരിയുടെ കൂടെയും ഈ ഒരു ലുക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം ഡിസ്കളറേഷൻസും ആക്നെ മാർക്സും സ്പോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ടുഡേ വി ആർ ഗോയിങ് ടു കീപ് തിങ്സ് വെരി വെരി സിമ്പിൾ. എനിക്കിന്ന് ചെറുതായിട്ട് ഈ ഡിസ്കളറേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്യണം. ഐ നോട്ട് സേ ഹൈഡ് ഇറ്റ് ബിക്കോസ് ഹൈഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഹെവിയർ ആയിട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഇടേണ്ടി വരും. പക്ഷെ ലൈറ്റ് ആയിട്ടൊന്ന് മാസ്ക് ചെയ്താൽ മാത്രം മതി. യു ക്യാൻ യൂസ് എ സ്കിൻ ടിൻറ്റ് ഇഫ് യു ലൈക്ക്. ബട്ട് സ്കിൻ ടിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യും. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. അതുകൊണ്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് കൺസീലറാണ്. ഇന്ന് ഞാൻ എടുക്കുന്നത് ഈ ഒരു ഇൻസൈഡിന്റെ HD കൺസീൽ കറക്റ്റ് കോണ്ടോർ പാലറ്റ് ആണ് ഇൻ ദി ഷെയ്ഡ് മീഡിയം. എൻ്റെ കയ്യിലുള്ള ബാക്കി കൺസീലേഴ്സ് ആ കൈൻഡ് ഓഫ് എ ലിറ്റിൽ ഡാർക്ക് ഓർ യെല്ലോയിഷ് ഫോർ മീ. ബട്ട് ഇതിലുള്ള ഈ രണ്ട് ഷെയ്ഡ്സ് കൂടെ മിക്സ് ചെയ്യുമ്പം ഐ ഗെറ്റ് മൈ പെർഫെക്റ്റ് സ്കിൻ ടോൺ ഷെയ്ഡ്. മേക്കപ്പ് സ്കിന്നിലേക്ക് ആക്കാനും ലൈറ്റ് വെയ്റ്റ് ആക്കാനും ഒക്കെ ഉള്ള കീ പോയിന്റ് എന്ന് പറയുന്നത് ഗെറ്റ് എ കൺസീലർ ദാറ്റ് മാച്ചസ് എക്സാക്ട്ലി ടു യുവർ ഷെയ്ഡ്. സോ ഇന്ന് ഞാൻ ഈ രണ്ട് ഷെയ്ഡും എടുത്തിട്ട് എനിക്ക് എവിടെയാണോ കവറേജ് വേണ്ട ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് ഈ ഒരു സ്പോട്ടാണ്. ഈ ഒരു സ്പോട്ടിൽ 2 പ്രാവശ്യം സെയിം സ്ഥലത്ത് തന്നെ പിമ്പിൾ വന്നുകൊണ്ട് അത് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഷെയ്ഡ് ലൈറ്റർ ആയിട്ട് തോന്നിയെങ്കിലും നമ്മൾ പിന്നീട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് ആവും കേട്ടോ. എനിക്കിതുപോലെ സ്പോട്ട്സ് ഭയങ്കര ലൈറ്റായിട്ടൊന്ന് മാസ്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു ബ്രഷാണ് എടുത്തേക്കുന്നത്. ചെറിയൊരു ലിപ് ബ്രഷാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി തിൻ. ഇനി ഈ ഒരു ഭാഗത്തെ ഡിസ്കളറേഷനും ഈ ഒരു അണ്ടർ ഐസ് ഏരിയ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ഫിംഗർ ടിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഡിസ്കളറേഷൻസ് ഒക്കെ ഉള്ളിടത്ത് ഞാൻ ഈ ഡാർക്കർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത് നമുക്ക് പോപ്പ് ചെയ്യണ്ടല്ലോ, നല്ലപോലെ ഒന്ന് ഹൈഡ് ചെയ്ത് കിട്ടല്ലാണ്ട്. സോ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ് ആണെങ്കിലും ഇറ്റ്സ് ഫൈൻ. ഇനി അണ്ടർ ഐസിലും ഞാൻ ഇതേ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ബട്ട് ഐ എം മേക്കിംഗ് ഷുവർ ദാറ്റ് എൻ്റെ ഈ ഒരു ക്രീസ് ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഞാനൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ആ ഭാഗത്ത് കുറച്ചൊന്ന് ഡാർക്കായിട്ട് ഇരുന്നാലും ഐ ഡോണ്ട് മൈൻഡ്. ബിക്കോസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഐ ലുക്കിന് ഇറ്റ് കൈൻഡ് ഓഫ് കോംപ്ലിമെന്റ്. സോ ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ അങ്ങനെ പോകുന്നില്ല. വി ആർ കീപ്പിംഗ് ഇറ്റ് ഡൗൺ. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ മാത്രം കുറച്ചൊന്ന് ബ്രൈറ്റൻഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ വൺസ് യു അപ്ലൈ ഇറ്റ് ലൈക്ക് ദിസ്, ലെറ്റ് ഇറ്റ് സെറ്റ്. നമ്മൾ ഇതിന് ടച്ച് ചെയ്യാൻ പോകുന്നില്ല. വിൽ കം ബാക്ക് ടു ഇറ്റ് ലേറ്റർ. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ ബി യൂസിങ് മൈ ട്രസ്റ്റഡ് സ്വിസ് ബ്യൂട്ടി ഐബ്രോ പാലറ്റ്. എന്തെങ്കിലും രീതിയിലുള്ള സൺസ്ക്രീനോ അല്ലെങ്കിൽ സീറമോ എന്തെങ്കിലും നമ്മുടെ ഐബ്രോസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഐബ്രോസ് ഫിൽ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ബി ഗുഡ്. സോ നമ്മൾ ആദ്യം ഒരു ടിഷ്യൂ വെച്ചോ എന്തെങ്കിലും തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഐബ്രോസ് ഫിൽ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഫ്രം ദി മിഡിൽ, എന്നിട്ട് വർക്ക് ടുവേർഡ്സ് ദി എൻഡ്സ് ഓഫ് യുവർ ഐബ്രോ. അതിനുശേഷം വാട്ട് എവർ ഇസ് ലെഫ്റ്റ് ഓൺ ദ ബ്രഷ് അതാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഇടാൻ പോകുന്നത്. ഫ്രണ്ട് പോർഷൻ ഭയങ്കര ഡാർക്ക് ആയിരുന്നാൽ ഭയങ്കര മേഡപ്പ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. സോ ഫ്രണ്ട് പോർഷനിൽ ഏറ്റവും ലൈറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. ഞാൻ ഇന്ന് യൂസ് ചെയ്ത ഈ ഒരു ബ്ലാക്ക് പൗഡർ കേട്ടോ. ഒറ്റ തവണ ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ഐബ്രോ ഫിൽ ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒന്നുകൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്നെ പോലെ ലൈറ്റർ ചെറിയ ഐബ്രോസ് ആണെങ്കിൽ ഇത്രയും ചെയ്താൽ മതിയാവും. ഇഫ് യു ഹാവ് എ തിക്കർ ഐബ്രോ ദെൻ ഐബ്രോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഈ കൺസീലർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. സോ ഐ വിൽ ബി യൂസിങ് മൈ ഫിംഗർ ടിപ്സ്. ക്ലീൻ ഫിംഗർ ടിപ്സ് വെച്ച് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി ആക്നെ മാർക്സ് മറക്കണം എന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനൊരു ഓറഞ്ച് കറക്ടറൊക്കെ യൂസ് ചെയ്തേനെ. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് സ്ലൈറ്റ് ഒരു കവറേജ് മാത്രം മതി എനിക്ക്
എനിക്ക് ഈ ഒരു ഭാഗമൊന്നും കവർ ചെയ്യണമെന്ന് പോലും ഇല്ല. ഇനി നമുക്ക് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. സോ നമ്മൾ അണ്ടർ ഐസിലും അറൗണ്ട് ദി മൗത്ത് ഏരിയയിലൊക്കെ ഞാൻ എപ്പോഴും ഒരു കോമ്പാക്ട് പൗഡർ തന്നെയാട്ടോ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് കോമ്പാക്ട് പൗഡർ കുറച്ചുകൂടെ ഒരു കവറേജ് ആഡ് ചെയ്യുന്നതല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നല്ലതാണ്. ബിക്കോസ് നമ്മളിപ്പം ബേസിക് കവറേജ് വെച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊരു കവറേജ് എക്സ്ട്രാ വന്നാൽ നല്ലതാണല്ലോ. സോ അതുകൊണ്ട് എനിക്ക് കോമ്പാക്റ്റ് ആണ് ഒന്നുകൂടെ യൂസ് ചെയ്യാൻ ഇഷ്ടം കേട്ടോ. എവിടെയാണോ കവറേജ് വേണ്ടത് ആ ഒരു ഏരിയയിൽ മാത്രം. ഇനി നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിന്നാണ് ഓർ കുറച്ചുകൂടെ മാറ്റിഫൈങ് ഫിനിഷ് വേണമെന്നാണെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ഒരു ലൂസ് പൗഡർ വിച്ച് ഇസ് ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഹോൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഞാൻ ഇതിന് മുന്നേ ഒരു ലിപ്സ്റ്റിക് സ്വാച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം അതിൽ എൻ്റെ ഐ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐ മേക്കപ്പ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട്. സോ ഹിയർ ഇറ്റ് ഇസ്. ഞാൻ ആകെപ്പാടെ യൂസ് ചെയ്തത് ഒരേ ഒരു പ്രൊഡക്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് എ ബ്രൗൺ കാജൽ. മേക്ക് ഷുവർ ദാറ്റ് ദി ബ്രൗൺ കാജൽ യു ആർ ടേക്കിംഗ് ഇസ് എ ഡാർക്കർ ബ്രൗൺ കാജൽ. ദാറ്റ് ഇസ് ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറുള്ള പോലത്തെ ഒരു കാജൽ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഐലാഷിനോട് ചേർന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുക, ഐലൈനർ എഴുതുന്ന പോലെ. ഓക്കെ, ബ്ലെൻഡ് ദി ഹാഷ് ലൈൻ വിത്ത് യുവർ ഫിംഗർ ടിപ്സ്. നിങ്ങൾക്ക് ഇതിന് ഫിംഗർ ടിപ്സോ അല്ലെങ്കിൽ ഒരു ബ്രഷോ യൂസ് ചെയ്യാം. എനിക്ക് ഫിംഗർ ടിപ്സ് വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. സോ ഞാൻ എൻ്റെ ഫിംഗർ ടിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതാണ് പെട്ടെന്ന് പരിപാടി തീരാനുള്ള ഒരു എളുപ്പവഴിയും കൂടെ കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ ഹാഷ് ലൈൻ ഇവിടെ കാണുന്നുണ്ടെന്നാണെങ്കിൽ ക്ലീൻ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് കുറച്ച് മുകളിലോട്ട് കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മുകളിലത്തെ ഹാഷ് ലൈൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഡൺ. എത്ര ഉള്ളൂ, ഇത്രയും ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മസ്കാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു കാജൽ വെച്ചിട്ടുള്ള ഐ ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ഡു യുവർ വൺ ഐ ഫസ്റ്റ് ആൻഡ് ദെൻ യു ഡു യുവർ സെക്കൻഡ് ഐ. ബിക്കോസ് ചില കാജൽസ് ഒക്കെ പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ. സോ ഇവിടെ നമ്മൾ വരച്ച് ഇപ്പുറത്തൂടെ വരച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ വരുമ്പോഴത്തേനും ഇത് ചിലപ്പോൾ സെറ്റായി പോകും. സോ ആ ഒരു റിസ്ക് എടുക്കുന്നതിനെക്കാളും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് ഫസ്റ്റ് നമ്മളൊരു കണ്ണ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത കണ്ണ് ചെയ്യുക കേട്ടോ. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഫിംഗർ ടിപ്സിലുള്ള കാജൽ ഉണ്ടല്ലോ, ബാക്കിയുള്ള ഈ ഒരു കാജൽ, അത് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിനോട് ചേർന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ആ ഒരു ബ്രൗൺ ലുക്ക് ലോവർ ലാഷ് ലൈനിലും കൂടെ കൊടുക്കാൻ വേണ്ടി കേട്ടോ. ആൻഡ് ദിസ് ഐ ലുക്ക് ഇസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ വി ക്യാൻ യൂസ് അവർ ഐ പിഗ്മെന്റേഷൻ ടു അവർ അഡ്വാൻറ്റേജ്. കുറച്ചുകൂടെ ഫെയറർ ഓർ ഐ പിഗ്മെന്റേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ ലുക്ക് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ചൊരു ബ്രൗൺ ട്രാൻസിഷൻ ഷെയ്ഡോ അല്ലെങ്കിൽ ബ്രൗൺ ബേസ് ഷെയ്ഡോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടി വരും. ബട്ട് സിൻസ് ഐ നാച്ചുറലി ഹാവ് ഐലിഡ് പിഗ്മെന്റേഷൻ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ബ്രൗൺ ട്രാൻസിഷൻ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അവിടെ ഇരുന്നോളും ആൻഡ് പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. നിങ്ങൾ എത്രയൊക്കെ ഐ ലുക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും മസ്കാര ഇട്ടിട്ടില്ലെങ്കിൽ ഇറ്റ് ഓൾവേസ് ലുക്സ് ഇൻകംപ്ലീറ്റ് ആൻഡ് ആ ഒരു ബ്യൂട്ടി അതിന് കിട്ടില്ല കേട്ടോ. സോ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മസ്കാര ഇടാൻ മറക്കണ്ട. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് മസ്കാര ആയ എസൻസിന്റെ ഈ ഒരു ഗ്രീൻ മസ്കാര കേട്ടോ. സീ ദി ഡിഫറൻസ് ഇറ്റ് മേക്സ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ യൂസ് എ ബ്ലഷ്. സോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലഷ് ആണ്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്ലഷസ് ആൻഡ് ദിസ് ഇസ് എ റിയലി റിയലി ലോങ് ലാസ്റ്റിംഗ് ബ്ലഷ് ടു. ഇത് ഇൻസൈഡിൻ്റെ പ്രൊഫഷണൽ ബ്ലഷ് ആണ് കേട്ടോ. സോ ബാക്ക് ഓഫ് ദി ഹാൻഡ്സ് എടുത്തിട്ട് നല്ലപോലെ ബ്രഷിൽ മാരിനേറ്റ് ചെയ്യണം. ആ ബ്ലഷ് നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആക്കണമെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ഒന്നെങ്കിൽ ഒരു പൗഡർ ബ്ലഷ് വെച്ച് തന്നെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ കോമ്പാക്ട് ഓർ ലൂസ് പൗഡർ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ കളർ ലൈറ്റ് ആയിട്ടൊന്ന് സട്ടിൽ ആവും. സോ അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഒന്ന് കുറച്ച് കൂടുതലിട്ടാലും വലിയ കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഒരു ബ്രൗൺ ലുക്ക് തന്നെ പിടിക്കുന്നതുകൊണ്ട് ഐ ബി അപ്ലൈയിങ് എ ബ്രൗൺ ലിപ്സ്റ്റിക്. ഈ ഒരു നൈക്കയുടെ സിനമൺ സ്വേൾ എന്ന് പറയുന്ന സൂപ്പർ ലൈറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ന്യൂഡ് ലുക്കിംഗ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ഫോർ മീ. അതുകൊണ്ട് എനിക്കിത് നല്ല ഇഷ്ടമാണ് ആൻഡ് ഇറ്റ് ഫീൽസ് റിയലി റിയലി ലൈറ്റ് ഓൺ ദി ലിപ്സ്. ഇതിൻ്റെ കൂടെ എനിക്ക് ശരിക്കും ഒരു ലിപ് ലൈനറിൻ്റെ ആവശ്യമില്ല. ബട്ട് ഇഫ് യു നോ മീ യു വിൽ നോ ദാറ്റ് വിതൗട്ട് എ ലിപ് ലൈനർ ഫോർ മീ എനി ലുക്സ് ഇൻകംപ്ലീറ്റ്. സോ ലിപ് ലൈനർ ഒരു മസ്റ്റാണ് എനിക്ക്. സോ ആസ് യൂഷ്വൽ ഐ വിൽ ബി യൂസിങ് മൈ ഫേവറേറ്റ് ലിപ് ലൈനർ ഫ്രം മാസ്. ഇപ്പോഴാണ് ലിപ്സിന് ആ ഒരു സ്ട്രക്ചർ കിട്ടിയ പോലെ തോന്നുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പൊട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പൊട്ട് കൊടുത്തൊട്ടേക്കാം. ഇനി ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ വിൽ നോട്ട് റെക്കമെൻഡ് ഡൂയിങ് ഓൺ ആൻ എവറി ഡേ ബേസിസ്. പക്ഷേ ഇഫ് യു വോണ്ട് ടു മേക്ക് ദിസ് ലുക്ക് ലോങ് ലാസ്റ്റിംഗ് നമുക്ക് ഇതുപോലത്തെ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇന്ന് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആട്ടോ യൂസ് ചെയ്യുന്നത്.
once in a while functions or events ഉണ്ട്, or if you want to make your makeup really long lasting, then ഇതുപോലത്തെ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ്ലി സെറ്റ് ആവുന്നതിന് മുന്നേ ഞാൻ കുറച്ചുകൂടെ കോമ്പാക്ട് അപ്ലൈ ചെയ്യും. അഗെയിൻ ജസ്റ്റ് ഓൺ ദി ഏരിയ ദാറ്റ് ഐ നീഡ് എ ലിറ്റിൽ എക്സ്ട്രാ കവറേജ്, കുറച്ചൊന്ന് മാറ്റിഫൈയിങ് ആയിട്ട് ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള സ്ഥലത്ത് മാത്രം ഞാൻ കുറച്ച് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ അണ്ടർ ഐ ഏരിയയിലും പിന്നെ ഈ അറൗണ്ട് ദി മൗത്ത് ഏരിയയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ദിസ് ഇസ് ഇറ്റ്. എത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത് നിങ്ങൾക്ക് ഇതേ ഐ മേക്കപ്പ് ലുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുറച്ചൊന്ന് പാർട്ടി മേക്കപ്പ് ലുക്ക് പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഓൺ ദിസ് ലുക്ക്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും